ഞാൻ കൊതിച്ചുപോയി. അവിടുത്തെ അസംബ്ലിയിൽ ഒരു രക്ഷിക്കപ്പെട്ടവനുണ്ടായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവരെ ഉദ്ധരിക്കുമായിരുന്നല്ലോ. ഒരു വാക്ക് പറയാൻ നമുക്ക് വേണ്ടി ആരുമില്ല. കേരളത്തിലെ ആളുകൾക്ക് വല്ലതും മനസ്സിലാകുമോ പറഞ്ഞ? വല്ലതും മനസ്സിലാകുമോ പറഞ്ഞ? ബീഹാറിൽ 16 പേരെ വെറുതെ കസ്റ്റഡിയിലെടുത്തു. ഞാൻ പോയി കണ്ടയാളായി പറയുന്നേ. ഒരു കാരണവുമില്ല, FIR ഇല്ല, ഇട്ട് പീഡിപ്പിക്കുക. ആരോ ഒരു നമ്പർ കൊടുത്തു അവിടുത്തെ മിഷണറി ഡോക്ടർ എബിക്ക്. ഈ SP യുടെ നമ്പറിൽ ഒന്ന് വിളിക്കാൻ പറഞ്ഞു. വിളിച്ച വഴി അയാൾ പ്രൈസ് ദി ലോർഡ് എന്നാ പറഞ്ഞത്. സാറേ, ഇന്ന സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അദ്ദേഹം ചോദിച്ചു, FIR ആയോ? ഇല്ല, ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞു. അദ്ദേഹം നേരിട്ട് അവിടെ വന്നു. സ്റ്റേഷൻ ഇൻചാർജിനോട് ചോദിച്ചു, ഇവരുടെ കുറ്റം പറയാൻ പറഞ്ഞു. ഇവരുടെ കേസ് എന്താ? FIR കാണിക്കാൻ പറഞ്ഞു. ഒന്നുമില്ല. നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് ജീപ്പേരെ അവരെ വീട്ടിൽ കൊണ്ടുവിടാൻ പറഞ്ഞു. എന്തുകൊണ്ടാ? IPS ഉള്ള ഒരു വിശ്വാസി ആ ജില്ലയിൽ ഉണ്ടായിരുന്നുണ്ട്. എന്തെങ്കിലും മനസ്സിലാകുമോ നമ്മുടെ ആളുകൾക്ക്? ഈ രാഷ്ട്രീയം കളിക്കാനല്ലാതെ സോഷ്യൽ മീഡിയയിലൂടെയാണോ ഉദ്യോഗം മുഴുവനും? ഫീൽഡിൽ ആര് പോണു? വേദനയോടെ പറയുക, നമ്മുടെ പിള്ളേർ എവിടെയെങ്കിലും ഒക്കെ 1-2 നിലകളിൽ എത്തണം. ഇന്ത്യയിൽ ഈ സഭ നിലനിൽക്കണമെങ്കിൽ. കർത്താവ് നാളെ വരികയാണെങ്കിൽ ഒരു വിഷയമില്ല. 100 കൊല്ലം മുമ്പ് നാളെ വരുമെന്ന് നമ്മൾ പറഞ്ഞതാ, വന്നില്ല. അതുകൊണ്ട് ഹോളൊക്കെ ഉണ്ടാക്കേണ്ടി വന്നത്. ഈ സഭ നിലനിൽക്കണ്ടേ? ആലയത്തിനകത്തോട്ട് കയറി അടിക്കുക, നമ്മൾ തിരിച്ചടിക്കുകയല്ലോ. ക്യൂ നിന്ന് വെയിൽ കൊണ്ട് വോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി സഹായിക്കാൻ ഒരാളോടൊന്ന് വിളിച്ചു പറയാൻ വേണം എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കൊറിയൻ പാർലമെന്റിൽ എന്റെ അറിവ് ശരിയാണെങ്കിൽ 20-ലധികം വിശ്വാസികളുണ്ട്. പാസ്റ്റർ പോൾ യോങ്ങിച്ചോയെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുമായിരുന്നു അവിടുത്തെ പ്രസിഡന്റ്. എന്തേ ഇതൊന്നും ഇന്ത്യ നടക്കത്തില്ലേ? ദാനിയേലായിരുന്നല്ലോ ബാബിലോണിന്റെ അഡ്വൈസർ. നമ്മുടെ പിള്ളേരാകുന്നുണ്ടോ? പ്രൈം മിനിസ്റ്ററുടെ അഡ്വൈസറി ബോർഡിൽ ഒരു ബന്ധുക്കോസുകാരനുണ്ടെങ്കിലോ? പക്ഷെ നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചില്ല. നമ്മുടെ പിള്ളേരെ IPS-നും IAS-നും വിട്ടില്ല.